അബോരിക്കോടാണ്. ഞാനൊരു വളരെ രസകരമായൊരു സാധനം കണ്ടു. അതായത് കോൺഗ്രസ്സുകാർ UDFകാർ പറയുന്നൊരു സാധനമാണ് ഭരണം മാറും നല്ല കാലം വരും എന്നാണ്. ആർക്കാണ് നല്ല കാലം വരുന്നത് എന്നെനിക്ക് മനസ്സിലായി. അതായത് ഒരു 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ച 5 വർഷക്കാലം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. ആ സമയത്ത് ആർക്കായിരുന്നു നല്ല കാലം എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഈ നാട്ടിലെ സാധാരണക്കാരനോ പാവപ്പെട്ടവനോ ഈ നാട്ടിലെ മനുഷ്യർക്കോ പ്രത്യേകിച്ച് അതൊരു നല്ല കാലമായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. മറിച്ച് അത് നല്ല കാലമായിരുന്നു കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കട്ടുമുടിച്ച അന്നത്തെ അധികാര കസേരകളിലിരുന്ന ഓരോ മന്ത്രിമാർക്കും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി കഥയും അതുപോലെ തന്നെ സോളാറും ബാർക്കോഴയും അടക്കം എത്രയെത്ര അഴിമതികളാണ് ആ കാലഘട്ടത്തിൽ നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും വിജിലൻസ് അന്വേഷണം നേരിടുന്നവരാണ് എന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന UDFന്റെ നേതാക്കന്മാർക്കാണ് അത് നല്ല കാലമായിരുന്നത് എന്നാണ്, അതല്ലാതെ നാട്ടിലെ സാധാരണക്കാർക്കല്ല. ഈ ഘട്ടത്തിൽ പൊതുജനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരണം മാറില്ല നല്ല കാലം തുടരും എന്ന്. അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേതാണ് ആ നല്ല കാലം? ഈ നാട്ടിലെ സാധാരണക്കാരന് പാവപ്പെട്ടവന് നല്ല കാലമായിരുന്നു. പെൻഷൻ മുടങ്ങാതെ ലഭിച്ച കാലം, പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് വീട്ടിലെത്തിച്ചു കൊടുത്ത കാലം, വീടില്ലാത്തവന്റെ വീടെന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമായ കാലം, പട്ടയമില്ലാത്തവന് പട്ടയം കിട്ടിയ കാലം, വൈദ്യുതിയുടെ ലഭ്യതയില്ലാത്തവന് വൈദ്യുതി ലഭിച്ച കാലം, റോഡുകളും പാലങ്ങളും തോടുകളുമെല്ലാം വൃത്തിയായ കാലം, കാർഷിക വൃത്തിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ നല്ല കാലം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉയർന്നു വന്ന കാലം, ആരോഗ്യരംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത്, പൊതുമേഖല, എല്ലാ മേഖലയിലും വളരെ ഗംഭീരമായി മുന്നോട്ട് പോയ നല്ല കാലം, സാധാരണക്കാരനെ പാവപ്പെട്ടവനെ ചേർത്തുപിടിച്ച കാലം, ദുരിതങ്ങൾ വരുമ്പോൾ, മഹാമാരികൾ വരുമ്പോൾ കഷ്ടപ്പാടിലേക്ക് നീങ്ങുന്ന മനുഷ്യർ പട്ടിണി കിടക്കരുതെന്ന് ചിന്തിച്ചിരുന്ന നല്ല കാലം, ഏതു ദുരിതങ്ങളെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്നും പോരാട്ടത്തിലൂടെ അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അതിജീവിക്കാൻ കഴിയുമെന്നും മലയാളി തിരിച്ചറിഞ്ഞ നല്ല കാലം. ആ നല്ല കാലം തുടരണം എന്ന് തന്നെയാണ് ഓരോ മലയാളിയുടെയും ആഗ്രഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യമല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ ആ സ്കൂളിൽ വന്ന മാറ്റം എന്താണെന്ന്. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം എന്താണെന്ന്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ റോഡുകൾ, നമ്മുടെ നാട്ടിലെ ടൗണുകളൊക്കെ ഏതെല്ലാം രീതിയിൽ വികസിച്ചുവെന്നും മനുഷ്യർക്ക് ഏതെല്ലാം രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചുവെന്നും ആ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നല്ല കാലം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ഇതല്ലേ സത്യം? പെൻഷൻ വേണോ? വീടില്ലാത്തവന് വീട് വേണോ? പാവപ്പെട്ടവന്റെ മക്കൾക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളിൽ പഠിക്കണോ? പട്ടയം വേണോ? ഇലക്ട്രിസിറ്റി വേണോ? പെൻഷൻ മുടങ്ങാതെ ലഭിക്കണോ? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഭക്ഷണം വേണോ? ഇടതുപക്ഷം വേണം. ഇത് മലയാളിക്കറിയാം, ഇത് മലയാളി തിരിച്ചറിയുന്നുണ്ട്. 3000 വീട് കൊടുത്തടുത്ത് 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്ത ഗവൺമെന്റ് 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ മുടങ്ങിക്കിടന്നിരുന്ന സ്ഥാനത്ത് 1000 ആക്കി, 1100 ആക്കി, 1200 ആക്കി, 1300 ആക്കി, 1400 ആക്കി പാവപ്പെട്ടവന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ്. കോവിഡ് കാലത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യർക്ക് സൗജന്യമായി ചികിത്സയും സൗജന്യമായി ക്വാറന്റൈൻ സംവിധാനവും സൗജന്യമായി റേഷനും സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകളും ഇവയെല്ലാം കൊടുത്ത ഗവൺമെന്റ്. മനസ്സിലാക്കണ്ടേ നമ്മളിത്? രാജ്യത്തെ ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 10 കേരളത്തിൽ നിന്നുള്ളവയായി മാറിയത് ഈ കഴിഞ്ഞ 5 വർഷത്തിലാണ്. ബോർഡ് മാറ്റിവെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയ മെഡിക്കൽ കോളേജുകളൊക്കെയും മെഡിക്കൽ കോളേജുകളായത്, അതായത് മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള മെഡിക്കൽ കോളേജുകളായി മാറിയത് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ്. ആളുകളെ പറ്റിച്ച് പ്രഹസന മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയ കൊച്ചി മെട്രോ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞത് പിണറായി വന്ന ശേഷമാണ്. ഇതുപോലെ തന്നെ പ്രഹസന മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പോയ കണ്ണൂർ വിമാനത്താവളം ആളുകൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പിണറായി വന്ന ശേഷമാണ്.
കൊട്ടിഘോഷിച്ചുകൊണ്ട് തറക്കല്ലിട്ട് പോയ കാസർകോട്ടെ മെഡിക്കൽ കോളേജ് കോവിഡ് വന്നപ്പോൾ മംഗലാപുരം അവിടെ അടച്ചു. ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോവിഡ് ആശുപത്രിയായി കാസർകോട്ടെ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് പോയിടത്ത് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായി മാറിയത് പിണറായി വന്ന ശേഷമാണ്. ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയത് കൊണ്ട് മുടങ്ങിപ്പോയ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പൂർത്തിയാവുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. വേണ്ട നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഗെയിൽ പദ്ധതി പൂർത്തിയായി. കേരളത്തിലെ വൈദ്യുത ലഭ്യത അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയത് കൊണ്ട് മുടങ്ങിപ്പോയ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാകുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഏതെല്ലാം പദ്ധതികൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, എന്തിനധികം പറയണം. ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് ബസ്സും ഒക്കെ നിരത്തിലിറങ്ങിയ കാലമല്ലേ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ശൃംഖല K-Phone പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയല്ലേ. കൊക്കോണിക്സ് എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് പുറത്തിറങ്ങിയില്ലേ. കേരള ബാങ്ക് എന്ന് പറയുന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായില്ലേ. എന്തെല്ലാം, ഇങ്ങനെ എന്തെല്ലാം. പ്രളയം വന്നു, നിപ്പ വന്നു, ഓക്കി വന്നു, കോവിഡ് വന്നു. നമ്മൾ കുലുങ്ങിയോ? പിടിച്ചു നിന്നില്ലേ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് രാജ്യത്ത് RSS ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം പ്രതിരോധത്തിന്റെ പടപ്പാട്ട് പാടിയില്ലേ പിണറായിയുടെ നേതൃത്വത്തിൽ. മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്നില്ലേ. ഇതല്ലേ സത്യം. തിരിച്ചറിയണ്ടേ നമ്മളിത്. ഈ നല്ല കാലം മനുഷ്യർ സ്നേഹത്തോടെയും സമാധാനത്തോടെയും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും പരിഗണനയും എല്ലാം നൽകിക്കൊണ്ട് മനുഷ്യർ തമ്മിൽ ഒരു ഐക്യവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടായ ഈ നല്ല കാലം ഇത് തുടരണം. ഇതല്ലേ തുടരേണ്ടത്. യുവാക്കൾക്ക് ജോലി കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 1.5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞില്ലേ ഈ ഗവൺമെന്റ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ നാട് പോകുന്നത്. കേരളം കുലുങ്ങിയോ? പിടിച്ചു നിൽക്കുന്നില്ലേ നമ്മള്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭകരമാക്കിയില്ലേ. KSRTC അതിന്റെ വരുമാനത്തിൽ നിന്ന് അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു കാലഘട്ടം കേരളം സ്വപ്നം കണ്ടതാണോ? നടന്നില്ലേ പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. ഇതല്ലേ സത്യം. ഇത് തിരിച്ചറിയണ്ടേ നമ്മള്. ഈ ഗവൺമെന്റ്, ഈ ഭരണം മാറുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ഭരണം മാറിക്കൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ അവരധികാരത്തിൽ വന്ന് അവരുടെ നേതാക്കന്മാർക്ക് കട്ടുമുടിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലല്ലോ. പൊതുവെ നമ്മുടെ ഒരു പൊതുബോധം 5 വർഷം ഈ പൊതുബോധമൊക്കെ മാറിയിട്ടുണ്ട്. നാടിന് ഗുണമുള്ളവർ നാട് ഭരിക്കട്ടെ എന്ന പൊതുബോധത്തിലേക്ക് മലയാളി എത്തിയിട്ടുണ്ട്. ഇതല്ലേ സത്യം. അപ്പൊ എന്തായാലും ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. ഭരണം മാറില്ല, നല്ല കാലം തുടരും. LDF വീണ്ടും വരും, കേരളം വളരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.